സെൻറ്റ് ജോർജ് കോളേജ് അരുവിത്തറ ഈ കോളേജ് ആരംഭിച്ചിട്ട് 59 വർഷം പൂർത്തിയായി 60ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വർഷം കോളേജിൻ്റെ വജ്ര ജൂബിലി, ഡയമണ്ട് ജൂബിലി വർഷമാണ്. വിവിധ പ്രോഗ്രാമുകളോടുകൂടെ ഈ ജൂബിലി ആഘോഷിക്കാനുള്ള തീരുമാനമാണ് കോളേജ് അധികൃതർ എടുത്തിരിക്കുന്നത്. ഈ കോളേജിൻ്റെ വജ്ര ജൂബിലിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം വ്യാഴാഴ്ച 5-ാം തീയതി പാലാരൂപത അധ്യക്ഷനും ഈ കോളേജിൻ്റെ പേട്രനുമായ അഭിവന്യ മാർ ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവ് നിർവഹിക്കുന്നതുമാണ്. അതിനോടനുബന്ധിച്ച് 60 ഇന പ്രോഗ്രാമുകൾ ഈ കോളേജിൻ്റെ ജൂബിലിയുമായി ബന്ധപ്പെടുത്തി നമ്മളിവിടെ നടത്തും. അതിൽ നല്ലൊരു വിഭാഗവും പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ നടത്താനും ഉദ്ദേശമുണ്ട്, പ്ലാനുണ്ട്. ഇതേക്കുറിച്ച് പൊതുവായി സംസാരിക്കുവാനാണ് ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുക. കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജോസഫ് സാറ്, കോളേജിൻ്റെ ബർസാറ് ബഹുമാനപ്പെട്ട ബിജു കുന്നയ്ക്കാട്ടച്ചൻ, ഈ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ മിസ് ജിലു മാഡം, ഇവരാണ് ഇവിടെ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്നത്. തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജോസഫ് സാറിനെ ക്ഷണിക്കുക. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിക്കൊണ്ട് 1965 ജൂലൈ മാസം 19-ാം തീയതിയാണ് അരുവിത്തറ കോളേജ് സ്ഥാപിതമാകുന്നത്. 1965 ജൂലൈ മാസം 10-ാം തീയതിയാണ് കോളേജ് തുടങ്ങുന്നതിനുള്ള സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കുന്നത്. 19-ാം തീയതി അന്നത്തെ പാലാരൂപതയുടെ പിതാവായിരുന്ന മാർ സെബാസ്റ്റ്യൻ വയലിൽ പിതാവാണ് കോളേജിന് തുടക്കം കുറിക്കുന്നത്. 22 ദിവസം കൊണ്ടാണ് കോളേജിൻ്റെ ആദ്യത്തെ ബിൽഡിങ് പൂർത്തിയാകുന്നത്. 3 പ്രീ ഡിഗ്രി ബാച്ചുകളായി ഒരു ജൂനിയർ കോളേജ് എന്ന നിലയിലാണ് കോളേജ് ആരംഭിക്കുന്നത്. തുടക്കത്തിൽ 228 വിദ്യാർത്ഥികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് ജൂബിലി വർഷത്തിലെത്തി നിൽക്കുമ്പോൾ അരുവിത്തറ കോളേജ് അക്കാദമികമായും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും ഒരുപാട് വളർന്നു കഴിഞ്ഞു. ഇന്ന് ഈ കോളേജ് 18 ഡിഗ്രി പ്രോഗ്രാമുകളും 5 PG പ്രോഗ്രാമുകളും ഓഫർ ചെയ്യുന്നു. 2 PG ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഗവേഷണത്തിനുള്ള സൗകര്യവുമുണ്ട്. 1800ഓളം വിദ്യാർത്ഥികൾ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇന്നിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കോളേജ് 2000 ആദ്യ നാക് അക്രഡിറ്റേഷൻ്റെ വേളയിൽ 4 സ്റ്റാർ നേടുകയുണ്ടായി. തുടർന്നുള്ള അക്രഡിറ്റേഷനിലൊക്കെ ഏറ്റവും ഉയർന്ന ഗ്രേഡ് തന്നെ കോളേജിന് നേടുവാൻ സാധിച്ചു. കഴിഞ്ഞ നവംബർ മാസത്തിൽ നടന്ന 4th സൈക്കിൾ നാക് അക്രഡിറ്റേഷനിൽ UGC കോളേജുകൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന ഗ്രേഡായ A++ അരുവിത്തറ സെൻറ്റ് ജോർജ് കോളേജിന് നേടാനായി എന്നുള്ളത് ഈ ജൂബിലി വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് കോളേജ് നടത്തുവാനായി ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ബഹുമാനപ്പെട്ട ബിജു അച്ഛൻ പറയുന്നു. അരുവിത്തറ സെൻറ്റ് ജോർജ് കോളേജ് 60 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിൻ്റെ 59 വർഷം പൂർത്തിയാക്കി 60ാം വർഷത്തിലേക്ക് കടക്കുന്ന വജ്ര ജൂബിലിയുടെ വലിയ സന്തോഷത്തിലാണ് ഈ നാടും ഈ കോളേജും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും. അരുവിത്തറ പള്ളിയുടെ മാനേജ്മെൻറ്റിന് കീഴിലാണ് ഈ അരുവിത്തറ കോളേജ് പ്രവർത്തിക്കുന്നത്. 50,000-ഓളം വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിലായി, വിവിധ വിഷയങ്ങളിലായി ഡിഗ്രി പൂർത്തിയാക്കി, പഠനം പൂർത്തിയാക്കി കലാലയത്തിൽ നിന്ന് ഇതിനോടകം പടിയിറങ്ങിയിട്ടുണ്ട്. വലിയ ഒരു സേവനമാണ് നാടിന് ഈ സ്ഥാപനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 60 വർഷത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ തുടങ്ങിയ സമയത്തുള്ളതിനേക്കാൾ വളരെ വിപ്ലവകരമായൊരു കുതിച്ചുചാട്ടം ഇവിടുത്തെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ മാനേജ്മെൻറ്റിന് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാമായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
കുട്ടികളുടെ എല്ലാ തരത്തിലുമുള്ള ആവശ്യങ്ങൾ നടത്തുന്നതിന് തക്ക രീതിയിലുള്ള വിപുലമായ സംവിധാനങ്ങൾ നമുക്ക് ഈ കോളേജ് ക്യാമ്പസിലുണ്ട്. എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും ചേരുന്ന രീതിയിലുള്ള ലാബുകൾ, അതുപോലെ മറ്റ് പഠന സൗകര്യങ്ങൾ, വിശാലമായ കളിസ്ഥലം, കമ്പ്യൂട്ടർ സംബന്ധമായ കോഴ്സുകൾ പഠിക്കുന്നതിനും പരിശീലിക്കുന്നതിനുമായി വിവിധ കമ്പ്യൂട്ടർ ലാബുകൾ, അങ്ങനെ എല്ലാ തരത്തിലും കുട്ടികളുടെ ഭൗതിക, ആത്മീയ, ബൗദ്ധികപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഈ കോളേജിനുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷകരമായ കാര്യമാണ്. ഇതെല്ലാം പരിഗണിച്ചാണ് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഉയർന്ന ഗ്രേഡ് A++ നമുക്ക് ഈ കഴിഞ്ഞ നാക് അക്രഡിറ്റേഷനിൽ നേടാനായിട്ട് സാധിച്ചത്. ബഹുമാനപ്പെട്ട മാനേജരച്ചൻ സൂചിപ്പിച്ചതുപോലെ നാളെ കഴിഞ്ഞ് വ്യാഴാഴ്ച സെപ്റ്റംബർ 5-ാം തീയതി അധ്യാപക ദിനമായി ആചരിക്കുന്ന സെപ്റ്റംബർ 5-ാം തീയതി ഈ നാടിന് മുഴുവൻ അധ്യാപനം നൽകിയ ഈ കലാലയത്തിൻ്റെ വജ്ര ജൂബിലിയുടെ ഔദ്യോഗികമായ തുടക്കം കുറിക്കുന്നു. ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന 60 ദിന പരിപാടികളാണ്. 60 വർഷത്തെ സൂചിപ്പിച്ചുകൊണ്ട് പ്രത്യേകമായ 60 പരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് കോളേജ് മാനേജ്മെൻറ്റും അധ്യാപകരും എല്ലാവരും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മാനേജരച്ചൻ സൂചിപ്പിച്ചതുപോലെ അത് വിദ്യാർത്ഥികളുടെ ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങാതെ ഇത് നാടിൻ്റെ ഒരു പൊതു സ്വത്തായ സ്ഥാപനമായതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും പൊതുജനത്തിനും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കൂടി ഈ ഒരു വർഷത്തെ 60 പരിപാടികൾക്കിടയിൽ ഉൾക്കൊള്ളിക്കാൻ മാനേജ്മെൻറ്റ് തീർച്ചയായും ശ്രദ്ധിക്കും. ഇവിടെ വിപുലമായ സൗകര്യങ്ങൾ ഈ ക്യാമ്പസിൽ ഇതിനോടകം വരുത്തിയിട്ടുണ്ട്. നല്ല ഒരു ലൈബ്രറി സമുച്ചയം നമുക്കിവിടെയുണ്ട്. ലൈബ്രറിയുടെ ഭാഗം മാത്രമല്ല, മറ്റ് വിവിധ ഉദ്ദേശ്യങ്ങൾ ക്രമീകരിക്കത്തക്ക രീതിയിലുള്ള സൗകര്യങ്ങൾ അതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിപുലമായ ഒരു ക്യാൻറ്റീൻ പുതുതായി നിർമ്മിച്ചിട്ടുണ്ട്. ഒരു PG ബ്ലോക്ക് പ്ലസ് സയൻസ് ബ്ലോക്ക് പുതുതായി നിർമ്മിച്ചിട്ടുണ്ട്. അതോടൊപ്പം കേടുഭാഗം വന്ന ഭാഗങ്ങളെല്ലാം മാറ്റി പുതിയതായ രീതിയിൽ കോളേജ് വളരെ ഭംഗിയായി ഇതിനോടകം മാറിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇവിടെ പ്രിൻസിപ്പലായി, അധ്യാപകരായി, ബർസാർമാരായി സേവനം ചെയ്തിരുന്നവരെല്ലാം കാലാകാലങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളും ഇപ്പോഴും മാനേജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിപുലമായ നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം ഉൾച്ചേരുമ്പോഴാണ് ഇത്ര ഭംഗിയായ ഒരു കോളേജ് ക്യാമ്പസ് സമുച്ചയം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വലിയ സന്തോഷത്തോടെ ഈ നാട്ടുകാരെ മുഴുവൻ, ഈ പ്രദേശവാസികളെ മുഴുവൻ അരുവിത്ര കോളേജിൻ്റെ ഈ വജ്ര ജൂബിലിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അരുവിത്ര കോളേജിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലുകൂടി നമ്മൾ പിന്നിടുകയാണ്. 60 വർഷം ഗുണമേന്മയിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ വളർച്ചയുടെ ഗ്രാഫ് എപ്പോഴും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്കാലവും കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള, ഒരുപക്ഷെ കാലഘട്ടത്തിന് മുൻപേ നീങ്ങിയിട്ടുള്ള ഒരു കലാലയമാണ് നമ്മളുടേത്. ഇന്നും അതേ രീതിയിൽ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരുപിടി മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഒപ്പം തന്നെ പലപ്പോഴും വിദ്യാർത്ഥി സമൂഹത്തിനും തൊട്ട് ചുറ്റുമുള്ള കമ്മ്യൂണിറ്റിക്കും ചേരുന്ന രീതിയിൽ മറ്റ് നിരവധിയായിട്ടുള്ള സംവിധാനങ്ങളും നമ്മളിവിടെ ഒരുക്കാൻ എപ്പോഴും ദത്തശ്രദ്ധരാണ്. ഈ 60 വർഷം തികയുന്ന ഈ വേളയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 60 ദിന പരിപാടികളാണ് നമ്മൾ സംഘടിപ്പിക്കുക. പ്രധാനമായിട്ടും കോളേജിലെ വിദ്യാർത്ഥികൾക്കും കോളേജിന് ചുറ്റുമുള്ള കമ്മ്യൂണിറ്റിക്കും ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരുപിടി പ്രോഗ്രാമുകൾ നമ്മളുടെ മെഗാ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം ഉദ്ദേശിക്കുന്നു. ഒപ്പം തന്നെ കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ചേർത്തുകൊണ്ടുള്ള ഒരു മെഗാ എക്സ്പോ, ഒരു എക്സിബിഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വിപുലമായ ഒരു ഫിലിം എക്സിബിഷൻ നമ്മളുടെ അജണ്ടയിലുണ്ട്. ഒപ്പം തന്നെ ഭവന നിർമ്മാണം, അതോടൊപ്പം തന്നെ UN-ൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനോട് ചേർന്ന രീതിയിൽ ക്ലൈമറ്റ് ആക്ഷൻ ഗ്രൂപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരുപിടി പ്രവർത്തനങ്ങൾ തുടങ്ങി വിദ്യാർത്ഥികളുടെ അക്കാദമിക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ദേശീയ അന്തർദേശീയ സെമിനാറുകൾ, കൾച്ചറൽ പ്രോഗ്രാംസ്, ഇങ്ങനെ നിരവധിയായ പരിപാടികൾ, 60 ദിന പരിപാടികളാണ് നമ്മൾ സംഘടിപ്പിക്കുക. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാളെ കഴിഞ്ഞ വ്യാഴാഴ്ച 5-ാം തീയതി അന്താരാഷ്ട്രപരമായി തന്നെ ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. അധ്യാപക ദിനമാണ്. ആ അധ്യാപക ദിനത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു വജ്ര ജൂബിലി വർഷത്തിൻ്റെ ഔദ്യോഗികമായ തുടക്കം കുറിക്കാൻ സാധിക്കുന്നത് വലിയ അനുഗ്രഹവും പ്രത്യേകതയുമായി കരുതുന്നു. രാവിലെ 10:30
പാലാ രൂപതാധ്യക്ഷനും ഈ കോളേജിൻ്റെ പേട്രണുമായ അഭിവന്ദ്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് വജ്ര ജൂബിലിയുടെ വർഷത്തിൻ്റെ ആഘോഷമായ ഉദ്ഘാടനം നിർവഹിക്കും. സമ്മേളനത്തിൽ രാജ്യസഭാ MP ജോസ് കെ മാണി സന്നിഹിതനായിരിക്കും. ഈ പ്രദേശത്തിൻ്റെ MP, പത്തനംതിട്ടയുടെ MP ആൻഡോ ആൻ്റണി സാറ് സന്നിഹിതനായിരിക്കും. ഈരാറ്റുപേട്ടയുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ സുഹ്റ അബ്ദുൽ ഖാദർ അവർ സന്നിഹിതയായിരിക്കും. അതുപോലെ ഈ നാടിൻ്റെ മുൻ MLA പ്രിയപ്പെട്ട PC ജോർജ് സാറ് സന്നിഹിതനായിരിക്കും. ഈ നാടിൻ്റെ ഇപ്പോഴത്തെ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സാറ് ഏറെ താല്പര്യപൂർവ്വം നേരത്തെ വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന ഒരു സമ്മേളനമാണിത്. പക്ഷേ സാറിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഫ്യൂച്ചർ സ്റ്റാർസ് എന്ന ഒരു ഭാവിയിലേക്കുള്ള താരങ്ങളെ കണ്ടെത്തുന്ന ഒരു പദ്ധതി സാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഔദ്യോഗികമായ മറ്റൊരു സമ്മേളനം സാറിൻ്റെ അധ്യക്ഷതയിൽ മറ്റൊരു സ്ഥലത്ത് ക്രമീകരിച്ചിട്ടുള്ളതുകൊണ്ട് ചിലപ്പോഴേ സാറിന് വന്നെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. സാധിക്കുമെങ്കിൽ സാർ വരും, ഇല്ലെങ്കിൽ സാർ വരാത്തതിന് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെന്ന് കൂടി സാർ അറിയിച്ചിട്ടുണ്ട്. മറ്റ് വിശിഷ്ടാതിഥികളും ഈ കോളേജിനോട് ബന്ധപ്പെട്ട ആളുകളുമൊക്കെ ആ സുപ്രധാന ചടങ്ങിൽ സന്നിഹിതരായിരിക്കുമെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതേ തുടർന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ മാസങ്ങളിലും കുട്ടികൾക്ക് ഇവിടെ ക്ലാസ്സിനോടനുബന്ധിച്ചും അതല്ലാതെയും പൊതുപരിപാടികളും കോളേജ് സംബന്ധമായ വിഷയങ്ങൾ ചർച്ച ചെയ്തും ദേശീയ അന്തർദേശീയ സെമിനാറുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്ന ഒരു വർഷത്തേക്ക് സംഘടിപ്പിക്കാനാണ് മാനേജ്മെൻറ്റ് ആലോചിക്കുന്നത്. നാളെ കഴിഞ്ഞ് നടക്കുന്ന പരിപാടികൾക്കിടയിൽ കോളേജിലെ കുട്ടികളുടെ കലാപരിപാടികളും ഉൾച്ചേർക്കുന്നതായിരിക്കും.